അതുകൊണ്ടാണ് ചേകന്നൂർ മൗലവി അയാൾ ഹദീസിനെ നിഷേധിച്ചത് എങ്ങനെയാണ്. ആദ്യം പറഞ്ഞു 2 സാക്ഷികളുള്ള ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ആദ്യം തന്നെ എല്ലാ ഹദീസും തള്ളിയിട്ടല്ല ആൾ വന്നത്. മറിച്ച് അയാൾ ആദ്യം പറഞ്ഞ 2 സാക്ഷികൾ ഉള്ള ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നില്ലേ, എന്താ ഇതിൽ കുഴപ്പം, 2 സാക്ഷി ഉണ്ടായ എന്താ പ്രശ്നം? പക്ഷെ ഹദീസുകൾ ഇസ്ലാമിലെ വലിയ ഒരു ഭാഗം ഹദീസുകളെ തള്ളാനുള്ള വഴിയായിരുന്നു അത്. ഒരൊറ്റ ആൾ മാത്രം ഒരു ഹദീസ് ഉദ്ധരിച്ചത് എങ്കിൽ പോലും ഹദീസ് സ്വീകാര്യമാണ്. ആളുടെ സത്യസന്ധത മാത്രമേ പ്രശ്നമുള്ളൂ. സഹാബികൾക്ക് ശേഷമുള്ള ആളുകൾ, സഹാബിമാരാണെങ്കിൽ അവരുടെ സത്യസന്ധതയിലോ അദാലത്തിലോ പിന്നെ സംശയമില്ല. കാരണം അവരുടെ അദാലത്ത്, അവർ സത്യസന്ധരും സ്വീകാര്യയോഗ്യരുമാണ് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് വേറെ ഒരാളുടെയും സാക്ഷ്യം ആവശ്യമില്ല. അവർക്ക് ശേഷമുള്ളവരാണ് എങ്കിൽ പോലും, സത്യസന്ധനാണോ കൃത്യതയുള്ള ആളാണോ ഒരാളാണ് എങ്കിൽ പോലും യാതൊരു തകരാറുമില്ല ദീനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഖബർ സ്വീകരിച്ചിട്ടുണ്ട്, സഹാബത്ത് ഒരാളുടെ ഖബർ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സന്ദർഭങ്ങളിൽ. അതൊക്കെ അതിന് തെളിവാണ്, മറ്റൊരു വിഷയമാണ്. പറഞ്ഞൊന്ന് ചേകന്നൂർ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഹദീസുകളെ മൊത്തം ചീത്ത വിളിക്കാൻ തുടങ്ങി. അയാളുടെ പ്രധാനപ്പെട്ട തെറിവിളി ആരേക്കാണെന്ന് പറയുന്നത്, ഒന്ന് ഇമാം ബുഖാരി, പിന്നെ സഹാബത്തിൽ അബൂ ഹുറൈറ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യൻ്റെ ഇതുപോലുള്ള അധപ്പതനം മറ്റെന്തുണ്ട്? ലോകത്ത് ഇസ്ലാമിന് ഏറ്റവും കനപ്പെട്ട സംഭാവനകൾ ചെയ്തവർ ഒരുവൻ്റെ ഏറ്റവും കടുത്ത ശത്രുക്കളായി മാറുക. കാരണം അവൻ അത്രയും അള്ളാഹുവിൻ്റെ തിരുനോട്ടത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്തു കടന്ന പിഴച്ചവനായി തീർന്നിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഹദീസുകളെ തള്ളിക്കളഞ്ഞു. 3 നേരം മാത്രമായി മാറി നിസ്കാരം, 3 നിസ്കാരം മാത്രം. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ നിസ്കാരത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല, അള്ളാഹനെ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, മനസ്സിൽ വിചാരിച്ചാൽ മതി. പിന്നെയോ ചേകന്നൂർ എഴുതിയ അവസാനത്തെ പുസ്തകത്തിൻ്റെ പേര് സർവമത സത്യവാദം ഖുർആനിൽ. ഇതാണ് അതിൻ്റെ ഹെഡിങ്, സർവമത സത്യവാദം ഖുർആനിൽ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഹദീസ് നിഷേധികൾ അവരുടെ സംസാരം പറഞ്ഞ് ഈ രൂപത്തിൽ പോകുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, ഹദീസ് നിഷേധത്തിന് വളരെ അറിയപ്പെട്ട മർക്കസുദ് ദഅവ എന്നറിയപ്പെടുന്ന പഴയ മടവൂർ വിഭാഗം എന്നൊക്കെ അറിയപ്പെടുന്ന വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ, പ്രാസംഗികന്മാർ, അവരുടെയൊക്കെ സംസാരം ഈ രൂപത്തിൽ വളരെ ലിബറലായി ഇങ്ങനെ ദീൻ ഒരു എത്രയോ സ്ഥാനങ്ങൾക്ക് പിന്നിൽ മാത്രം വരുന്നൊരു കാര്യമായി മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരാൾ ഒരുപാട് കാലം പ്രയത്നിച്ചിട്ട് അവസാനം പണ്ട് കാലത്ത് റാസിയൊക്കെ പറഞ്ഞതുപോലെ ഒരാൾ അവസാനം പറഞ്ഞത്, ഞാൻ മുജാഹിദ് പ്രസ്ഥാനം ഉപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇത്ര കാലം ശിർക്ക്, അതുപോലെ ബിദ്അത്ത്, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതും ദഅവത്ത് നടത്തിയതൊക്കെ വെറും ബാത്തിലായ കാര്യമായിരുന്നു. എൻ്റെ ഇത്രയും വർഷം 40-50 കൊല്ലം ജീവിച്ചത് ബാത്തിലായി പോയി. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ നേതാവായിരുന്ന, ഒരുപാട് അവരുടെ മാസികളിലും മറ്റൊക്കെ എഴുതിയിരുന്ന ഒരു കിനാലൂർ ഉള്ള ഒരു ആൾ പറഞ്ഞതാണ്. ആളിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിനാണ്. എല്ലാ വഴിയും ഇതൊക്കെ നമ്മൾ വിശാലമായ ഒരു ചിന്താഗതിയോടെ ജീവിക്കണം. അത് ഏത് തർക്കത്തിലായാലും, ഒരു സുന്നി മുജാഹിദ് തർക്കത്തിലായാലും ശരി, കുറച്ചങ്ങോട്ട് കടന്ന് മതങ്ങൾ തമ്മിലുള്ള തർക്കത്തിലായാലും ശരി, അങ്ങനെ ഒരു ആളായി ജീവിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതെല്ലാം സഹോദരങ്ങളെ, ഇതാണ് പ്രശ്നം. ആൾ മുമ്പ് പഴയ കാലത്ത് പ്രവർത്തന രംഗത്ത് സജീവമായ കാലത്ത് ചേകന്നൂരിനെ പുകഴ്ത്തി പുസ്തകം എഴുതിയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുസ്തകത്തിന് ആമുഖം എഴുതിയിരുന്നു, ലേഖനം എഴുതിയിരുന്നു. ചേകന്നൂരിനെ പുകഴ്ത്തി അവസാനം എന്തിലെത്തി? ഈ അവസ്ഥയിലേക്ക് എത്തി. ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം എന്താണ്? നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം ഇക്കാര്യം. യഥാർത്ഥ വിജ്ഞാനം, ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ വിജ്ഞാനം, സലഫിൻ്റെ മൻഹജ്, മുൻഗാമികളുടെ വഴി, അതിൽ നിന്ന് ഒരാൾ പോയാൽ, മറ്റുള്ള വിജ്ഞാനീയങ്ങളിലേക്ക് പോയാൽ അവസാനം ദീൻ മടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. നീ ഖുർആൻ പഠിച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ പഠിച്ചോ, നീ എത്ര കാലം അത് പഠിച്ചാലും, എത്ര കാലം നീ അതിൽ മുന്നോട്ട് പോയാൽ, അതിനുവേണ്ടി സംസാരിച്ചാലും ഒരിക്കലും അത് വെറുതെ ആയിരുന്നു എനിക്ക് തോന്നുകയില്ല. ഒക്കെ വെറുതെ ആയിപ്പോയി എന്ന് തോന്നി. പക്ഷെ ശ്രദ്ധിക്കണം, ദീൻ പറഞ്ഞ മുൻഗണന പാലിച്ചിട്ടായിരിക്കും സംസാരിക്കേണ്ടത്. ദീൻ പഠിപ്പിച്ച മുൻഗണനയുണ്ട്. തൗഹീദ്, സുന്നത്ത്, ഷിർക്ക്, ബിദ്അത്ത്, ഈ മുൻഗണനാക്രമം ശ്രദ്ധിക്കണം. അതല്ലാതെ ഇന്ന് തുടങ്ങി നാളെ തീരുന്ന തർക്കങ്ങളുണ്ടാവും. ഈ കൊല്ലം തുടങ്ങി അടുത്ത കൊല്ലം പിന്നെ ഒന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഏതാനും വർഷങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ദീനുള്ള അവഗാഹം നമുക്കുണ്ടായ ഏതിൽ സംസാരിക്കണം നമുക്ക് ബോധ്യപ്പെടും. വേണ്ടാത്തിൽ സംസാരിച്ച് നമ്മൾ ഖേദിക്കേണ്ടി വരും. ആ ഖേദം
ചെയ്തു കൂട്ടിയ വർത്തമാനത്തിനനുസരിച്ച് കൂടും കുറേയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? പെടാത്തത് സംസാരിച്ച് അങ്ങനെ പോയാൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും. എന്നാൽ ദീനിൻ്റെ സുപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഖുർആനും സുന്നത്തും എത്ര കാലം പഠിച്ചാൽ അതിൽ ഖേദിക്കേണ്ട മടുക്കേണ്ട അവസ്ഥ നമുക്ക് വരികയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഹദീസ് നിഷേധം അത് സർവമത സത്യവാദത്തിലേക്ക് എത്തും. അത്തരക്കാർക്ക് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വലിയ സഹായങ്ങൾ ഏത് കാലത്തും ചെയ്തിരുന്നു. ഈ അടുത്ത് മരണപ്പെട്ട ഹംസ മൗലവി റഹിമഹുല്ല, സക്കരിയ സലാഹിയുടെ ഉപ്പയായ ഹംസ മൗലവി റഹിമഹുല്ല, അദ്ദേഹം അടുത്ത് മരണപ്പെട്ടു. 90-ലധികം പ്രായമുണ്ടായിരുന്നു. അദ്ദേഹവുമായി നമ്മളൊരിക്കൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം ചേകന്നൂർ മൗലവിയെ നേരിട്ട് കണ്ട ആളാണ്. ചേകന്നൂർ മൗലവിയെ ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇയാൾക്ക് ഒരു പെട്ടി നിറയെ പണം കൊണ്ടുകൊടുത്തത് ആരാണെന്നറിയില്ല, കൊണ്ടുകൊടുത്തത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അന്ന് മുതൽ തന്നെ ഇത്തരം ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണമായി പറഞ്ഞത്, മരണപ്പെട്ടു പോയ കളവ് പറയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരാൾ നമ്മളോട് നേരിട്ട് പറഞ്ഞ അദ്ദേഹം നേരിട്ട് കണ്ട കാഴ്ചയാണ്. മനസ്സിലായില്ലേ? ഇസ്ലാമിൻ്റെ ഇത്തരം ശത്രുക്കളെ ഏത് കാലത്തും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ സഹായിച്ചിട്ടുണ്ട്. ഇസ്ലാം പേര് വെച്ച് ഇസ്ലാമിനെതിരിൽ പറയുന്ന ഇപ്പോഴുള്ള ചില നിരീശ്വരവാദികളായ ചില നജസുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇതുപോലെ തന്നെയാണ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ നിലക്കും പണം കൊണ്ടും ഏത് നിലക്കും സഹായിക്കും. കാരണം അവരെല്ലാം ദീനിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നവരാണ്.